ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഹോസ്പിറ്റലുകാർ അറേഞ്ച് ചെയ്തിരുന്നൊരു ട്രിപ്പാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകുമായിരുന്നു കേട്ടോ. അപ്പം നമ്മളവിടെ തിരഞ്ഞെടുത്തേക്കുന്നത് തിരുവനന്തപുരം വർക്കലയിലോട്ടായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളിതേ അങ്ങാടിപ്പുറത്ത് നിന്ന് നമുക്ക് രാത്രി 16-ാം തീയതി രാത്രി 9 മണിക്കൊരു ട്രെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കയറി പിറ്റേ ദിവസം രാവിലെ, അതായത് 17-ാം തീയതി രാവിലെ നമ്മളവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ട്രാവലർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ട്രാവലറൊക്കെ എത്തിയെടുത്തതിന് ശേഷം നമ്മളിതേ ഫസ്റ്റ് നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് കയാക്കിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതേ നല്ലൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മളൊരു കായൽ ഏരിയയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിറയെ വഞ്ചികളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് വേറൊരു കയാക്കിങ്ങിലോട്ട് കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ശരിക്കും കയാക്കിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മളിത് അവിടെ എത്തിയതിന് ശേഷം നമ്മൾ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണുമായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 6:30-7 മണി സമയമാണ് കേട്ടോ ഇവിടെ. അപ്പം നമ്മളിത് അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ജസ്റ്റ് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ അവിടെ. അതിനുശേഷം കയാക്കിങ്ങിനായിട്ട് നമുക്കവർ ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എങ്ങനെയാണ് കയാക്കിങ് ചെയ്യുന്നത് എന്നുള്ളതും എല്ലാം നമുക്കവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഒറ്റയ്ക്കാണ് കേട്ടോ നമ്മൾ കയാക്കിങ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ അവരുടെ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് കയാക്കിങ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നല്ലൊരു ട്രെയിനിങ് ആയിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിനുശേഷം ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മളിതേ കയാക്കിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങുന്ന സമയത്ത് നമുക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ കൂടെ റിച്ചൂസും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. നമുക്ക് ആ തുടക്കത്തിലുള്ള ആ ഒരു പേടി മാത്രമേ കേട്ടോ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മളിതേ കുറച്ചൊക്കെ ചെയ്ത് ഏകദേശം അത്യാവശ്യം നല്ല ദൂരത്തിൽ തന്നെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കൂടെ വന്നവരെല്ലാവരും കയാക്കിങ്ങിന് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് നമ്മളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ഓരോരുത്തരെ ഇങ്ങനെ റെഡിയാക്കി ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേർക്കൊക്കെ പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചിലർ തനിച്ചാണ് പോകുന്നത്. അങ്ങനെ ചെറിയ ബുദ്ധികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് കയാക്കിങ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മളിത് ഏകദേശം സെൻറ്ററിൽ എത്തിയതിന് ശേഷം നമുക്ക് മാൻഗ്രൂവ് ഫോറസ്റ്റ് കാണാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് അവിടെ ഒരു ഏരിയയിൽ, കാരണം അവർ നമ്മുടെ പുറകെ വേറൊരു കയാക്കിങ് ആയിരുന്നു അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്കിതേ ഒരു ഏരിയ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇറങ്ങാൻ പറ്റുന്നൊരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിത് അവിടെ എല്ലാം നിർത്തിയതിന് ശേഷം നമ്മളെല്ലാവരും ഇറങ്ങി വെള്ളത്തിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞു കുട്ടികൾ 2 പേരായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. എന്നാലും അവരെയൊക്കെ മാക്സിമം നമുക്ക് എൻജോയ് ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രിപ്പിൽ. അപ്പോൾ അവരും തന്നെ അത് മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങളിതേ വെള്ളത്തിലൊക്കെ കുറേ നേരം എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളവിടെ നിന്ന് കുറേ വീഡിയോസും കുറേ ഫോട്ടോസും എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ കിട്ടുന്നൊരു മൊമെൻറ്റ്സ് ആണല്ലോ അത്. അപ്പോൾ നമ്മൾ അതിൻ്റേതായ രീതിക്ക് തന്നെ ഈ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതേ കുറേ ഫോട്ടോസും കുറേ വീഡിയോസും, കാരണം നമ്മുടെ കൂട്ടുകാരൊക്കെ എത്തിയിട്ടാകുമ്പോൾ നമ്മുടെ ആ ഒരു ടൈം നമുക്ക് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ടൈം തന്നെയായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതിനുശേഷം നമ്മളിതേ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ തിരിച്ച് പോരുകയാണ്. കയാക്കിങ് ചെയ്തുകൊണ്ട് തിരിച്ച് പോരുകയാണ്. അപ്പോൾ ഞങ്ങളിതേ പോരുന്ന വഴിക്കൊക്കെ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് പറ്റിയൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. ഒത്തിരി വെയിലും ഇല്ല, മഴയും ഇല്ല, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് മാത്രം ഒരു ക്ഷീണമൊന്നും നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിതേ അവിടെ നിന്ന് ഇങ്ങനെ കയാക്കിങ് ചെയ്ത് തിരിച്ച് പോരുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെടുത്ത ആ ഒരു വണ്ടിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം എങ്ങനെ നമ്മൾ കയാക്കിങ് ചെയ്താലും ആ ഒരു വണ്ടി തിരിഞ്ഞും അല്ലെങ്കിൽ സർക്കിൾ അടിച്ച് വരുമായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം ഞങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയാക്കിങ് ചെയ്തതിന് ശേഷം ക്ഷീണിച്ചു. അങ്ങനെ നമ്മളിതേ തിരിച്ച് വന്നതിന് ശേഷം നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കേട്ടോ. അതിനുശേഷം ഞങ്ങളിതേ ചെറിയൊരു തട്ടുകട പോലെ അങ്ങനത്തെ ഒരു ഏരിയയാണ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നെക്സ്റ്റ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ആനത്താവളത്തിലോട്ടായിരുന്നു കേട്ടോ. കാവേരി എലിഫൻറ്റ് പാർക്ക് എന്നാണ് പേര്. അപ്പോൾ നമ്മളിതേ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കൊരു എലിഫൻറ്റ് ട്രാവലായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആനപ്പുറത്ത് കയറേണ്ടവർക്ക് കയറാം എന്നുള്ള രീതിക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേരൊക്കെ അവിടെ നിന്ന് ആനയുടെ പുറത്ത് കയറി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങളുടെയൊക്കെ ലൈഫിൽ. അപ്പോൾ അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ അതിനുശേഷം കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയൊരു പാർക്ക് ഉണ്ടായിരുന്നു.
അങ്ങനെ ദേ നമ്മളവിടെ കുറേ എലിഫൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 2-3 ആനകളൊക്കെ ഉണ്ടായിരുന്നു. അതേ ഇവനാണ് കേട്ടോ അവിടുത്തെ ഏറ്റവും വലിയ ആൾ. അതിനുശേഷം നമ്മളിതേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിമ്മിനി എന്ന് പറയുന്നൊരു ഏരിയ ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു, നല്ല കാടും ഇതൊക്കെ ഫീൽ ചെയ്യുന്ന. അങ്ങനെ ദേ നമ്മളവിടെ നിന്ന് സാധാരണ ലഞ്ചായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കൂടെ നോൺ വെജ് വേണ്ടവർക്ക് അതും കഴിക്കാമായിരുന്നു. അങ്ങനെ നല്ല ടേസ്റ്റുള്ളൊരു ഫുഡായിരുന്നു കേട്ടോ അത്. പിന്നെ അതിനുശേഷം നമ്മളിതേ നെക്സ്റ്റ് ബ്ലാക്ക് ബീച്ച് ഏരിയയിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു അക്വേറിയം ഉണ്ടായിരുന്നു. ആ അക്വേറിയത്തിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നമുക്ക് പല ടൈപ്സിലുള്ള നല്ല ഭംഗിയുള്ള ഫിഷസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആമ, അങ്ങനെ കുറച്ച് ഫിഷസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഏരിയ ആയിരുന്നു അത്. അപ്പോൾ നമ്മളിതേ നടന്ന് ഓരോ ഫിഷസുകളെയും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കേണ്ടവർക്ക് ഫോട്ടോസൊക്കെ എടുക്കാം, അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഭംഗിയുള്ള ഫിഷസൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മളിത് മുകളിലോട്ട് കയറിയിട്ട് പിന്നെ താഴത്തോട്ട് ഇറങ്ങുന്നൊരു സെറ്റിങ്സ് ആയിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഏരിയ എന്ന് പറഞ്ഞത് ഈ ഒരു ഫിഷസിനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. കാരണം നല്ല പല പല കളറിലുള്ളൊരു ഫിഷസ് ആയിരുന്നു. അങ്ങനെ നമ്മളിത് അതിനുശേഷം ബ്ലാക്ക് ബീച്ച്, ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്ക് ബീച്ച് ഏരിയയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സാൻഡ്സ് ബ്ലാക്ക് കളറാണ് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ നമുക്കത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്യാവശ്യം നല്ല തിരമാലകളൊക്കെ വരുന്നൊരു ഏരിയ ആയിരുന്നു. പിന്നെ അങ്ങോട്ടൊന്നും ആരെയും ഇറക്കുന്നൊരു ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതേ ജസ്റ്റ് അവിടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മളിതേ വർക്കല ബീച്ചിലോട്ടാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളിതേ ഷോപ്പിംഗ് ചെയ്യേണ്ടവർക്ക് ഷോപ്പിംഗ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് മാത്രം ഷോപ്പിംഗ് ചെയ്യാനുള്ളൊരു ഏരിയ, കാരണം അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് നമ്മുടെ ബീച്ച് ഡ്രസ്സസ് ആയിരുന്നു കേട്ടോ. അത് വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം എന്നുള്ളൊരു ഇത് കൊണ്ടാണ് നമ്മൾ ആ ഒരു ഏരിയയിലൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം നമ്മളിതേ ബീച്ചിലോട്ട് ഇറങ്ങിയാലോ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. അങ്ങനെ നമ്മളിതേ ബീച്ചിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൽ അത്ര ഓക്കെ അല്ല, ഏറ്റവും വലിയ ഇറക്കമൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഡേ ആയതുകൊണ്ട് നമ്മൾ അതിലോട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം നമ്മളിതേ അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പിന്നെ അതിനുശേഷം നമുക്ക് 9 മണിക്കായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത് അങ്ങാടിപ്പുറത്തോട്ടുള്ള ട്രെയിന്. അപ്പം നമ്മളിതേ ഫുഡ് കഴിച്ചിട്ട് പിന്നെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അപ്പം നമ്മളിതേ കുറച്ച് നേരം വണ്ടിയിൽ നമ്മൾ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ തന്നെയായിരുന്നു ഫുഡിനുള്ളതും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം നമുക്ക് ട്രാവലിൽ എടുക്കുന്ന ആ ചേട്ടനായിരുന്നു കേട്ടോ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളിതേ അവിടുന്ന് നമ്മൾ മന്തിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതേ മന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതേ 9 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.